ഹായ് ഫ്രണ്ട്സ്. അപ്പം തുടരും എന്നുള്ള സിനിമ കണ്ടിട്ട് ഇപ്പം വീട്ടിലോട്ട് വന്നു. ഈ ഒരു സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എമ്പുരാനി കിട്ടാതെ പോയൊരു സാധനം ഉണ്ടല്ലോ, ചിലർക്കൊക്കെ എമ്പുരാനി വർക്കൗട്ട് ആകാതെ രോമാഞ്ചം ഒന്നും കിട്ടാതെ വിഷമിച്ചിറങ്ങിയവർക്കെല്ലാം ധൈര്യമായിട്ട് പോയി കാണാം. അതിന്റെ ഡബിൾ ഇരട്ടിയുണ്ട്. വെറുതെ പെർഫോമൻസ് കൊണ്ട് രോമാഞ്ചം കൊള്ളിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട് ഈ സിനിമയാണ്. എന്താ പറയാ, കംപ്ലീറ്റ് ഒരു ഫാൻ ബോയ് സംഭവം തന്നെയാണ്. ഫാൻസുകാർക്ക് എല്ലാവർക്കും അർമാദിക്കാനെ കൊണ്ടുള്ളതുണ്ട്. പിന്നെ പത്തനംതിട്ടക്കാർക്ക് സന്തോഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ പറയാ, ഒരു പത്തനംതിട്ടക്കാരൻ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചുമ്മാ അങ്ങോട്ട് ഞാനൊരു പത്തനംതിട്ടക്കാരനാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. പത്തനംതിട്ട റാന്നി ബേസ് ചെയ്തുള്ള സ്റ്റോറി കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള ഒരിത് വെച്ച് തന്നെ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം നമുക്ക് ആ ലാലേട്ടനെ സ്ക്രീനിൽ കാണാൻ പറ്റി, പെർഫോമർ എന്നുള്ള രീതിയിൽ. പിന്നെ ആ ഒരു ഇതുണ്ട്, പെർഫോമർ എന്നുള്ള രീതിയിൽ പിന്നെ ഉണ്ട്. ഇത് സിനിമ ഇനിയിപ്പോ അങ്ങോട്ട് എന്തായാലും ടിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല. കാരണം സിനിമ കയറി കത്തും, ലൂസിഫറിനെക്കാട്ടിലും കയറി കത്തും. കംപ്ലീറ്റ് ഒരു പാക്കേജ് സിനിമ. ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയാൻ നിൽക്കേണ്ട. സിനിമ അങ്ങനത്തെ ഒരു ഇതാണ്. ഇത് നമ്മൾ ഒരു സാധാരണ ഫാമിലി സിനിമയ്ക്ക് കയറുന്ന ഇതിൽ കണ്ടാൽ മതി. പിന്നെ കുറെ ഫസ്റ്റ് ഹാഫിൽ കുറെ സെൽഫ് ഹൂക്കൊക്കെ ഉണ്ട്. എങ്കിലും സിനിമ അടിപൊളി സിനിമയാണ്. സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടോ, ഒരു ഇതും വരത്തില്ല. സിനിമ എന്താ പറയാ, ഗംഭീര സിനിമ. പിന്നെ അവസാനം നമുക്കൊരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കും, മോഹൻലാൽ തുടരും. അതാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ അങ്ങ് തുടർന്ന് പോയി കഴിഞ്ഞാൽ സന്തോഷമാണ്. വരുന്ന സിനിമകളെല്ലാം ഇനി ഒന്നിനൊന്നുമേ മെച്ചമായിരിക്കും. കാരണം ഇതില് കംപ്ലീറ്റ് പെർഫോമർ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ്. പിന്നെ ലൂസിഫർ കണ്ട് വിഷമം വന്നിറങ്ങിയവരെല്ലാം പോയി ഈ സിനിമ കണ്ടോ. ഈ സിനിമ നിങ്ങളെ ഒരിക്കലും വിഷമിപ്പിക്കത്തില്ല. അപ്പൊ ശരി ഫ്രണ്ട്സ്, ആരെങ്കിലും തുടരുന്നുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.